അപ്പോൾ ഇന്ന് ലഞ്ചിന് എന്തൊക്കെയാന്ന് നോക്കിയാലോ. ആദ്യത്തെ ടിഫിൻ ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 ടിഫിൻ. അപ്പോൾ ഈ ടിഫിൻ വേറെയാണ് ഞങ്ങൾ മാറ്റി വെച്ചിരുന്നതാണ്. അപ്പോൾ ഇത് മില്ലറ്റ് റൈസാണ്. അതിൻ്റെ അടിയിൽ പിക്കിൾ പറ്റി പിടിച്ചത്. അപ്പോൾ പിക്കിളെടുത്തു. പിന്നെ ഇത് ബീൻസ് തോരനാണ്. തേങ്ങയൊക്കെ ഇട്ട് വെച്ച നല്ല ബീൻസ് തോരൻ. പിന്നീടിത് പുളിശ്ശേരി, കണിവെള്ളരിക്കൊക്കെ ഇട്ട പുളിശ്ശേരിയാണ്. ഇത് മോര് കറി എന്ന് നമ്മൾ പറയും. വെള്ളരിക്കൊക്കെ ഇട്ട് തേങ്ങയൊക്കെ അരച്ച് വെച്ചതാണ്. പല സ്ഥലത്തും പല രീതിയിലാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അതിനെ വ്യാഖ്യാനിക്കാം. ഒരു ചുമ വന്നതാണ്, കുറേ ചുമയായിട്ട് 2 ദിവസം ചുമയായിരുന്നു, മാറി പക്ഷേ. അപ്പം നാരായണൻ്റെ പാലക്കാടൻ വിഭവം എന്താണെന്ന് നോക്കാം. ബീട്രൂട്ട് ഉപ്പേരി പറയുന്ന പോലെ ബീട്രൂട്ട് ഉപ്പേരിയാണിത്. പിന്നെ ഇത് തേങ്ങ അരച്ച് വെച്ച കൂട്ടാനാണ്. പടവലങ്ങയാണ് അതിനകത്തെ ഇൻഗ്രീഡിയൻറ്റ്. പടവലങ്ങ കൂട്ടാൻ. പിന്നെ പൊന്നിയരിച്ചോറ്. പൊന്നിയരി എന്ന് പറഞ്ഞാൽ എന്ത് പറയുന്നത്, കോലം റൈസാണ് ഇത് കേട്ടോ. കൊണ്ടാട്ടം മുളക്, കൊണ്ടാട്ടം പാവയ്ക്ക, അല്ലെ കൈപ്പയ്ക്ക എന്ന് പറയും. ധാരാളം കൊണ്ടുവന്നതാണ് അവിടുന്ന്. തൈരിട്ട ഇതാണ്. അപ്പോൾ എയർ ഫ്രയറിൽ ഇട്ടുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്, പക്ഷെ നല്ല ക്രിസ്പിയാണ്. ആദ്യം കൊണ്ടാട്ടം മുളക് എടുക്കാം. തൈര് ഒരല്പം മിസ് ചെയ്യുന്നത്, മോര് കറി കൊണ്ടുവന്നുകൊണ്ടാണ് തൈര് കൊണ്ടുവരാൻ. പിന്നെ കൊണ്ടാട്ടം മുളക് എടുത്തു. പിന്നെ പടവലങ്ങ കറി എടുത്തു. പിന്നെ ബീട്രൂട്ട് ഉപ്പേരി, അല്ല ബീട്രൂട്ട് മെഴുക്ക് വരട്ടി, പിന്നെ പുളിശ്ശേരി. അപ്പോൾ പിന്നെ ഇച്ചിരി പിക്കിള്. അപ്പോൾ എല്ലാം എടുത്തൊന്ന് മിക്സ് ചെയ്തു. തോരനൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, അത് പറയാൻ മറന്നുപോയി. എല്ലാം മിക്സ് ചെയ്തൊന്ന് കഴിച്ച് നോക്കാം. നല്ല കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റി കോമ്പിനേഷനാണിത്. ആഹാ, എന്താ പറയാനാ.